എല്ലാവർക്കും ഹായ്, ഇത് ആൻഡി ഫ്രേനിറ്റ ആണ്. ഇന്നത്തെ കഥയുടെ പേര് മുതലകൾക്ക് അത്താഴം നഷ്ടമായപ്പോൾ എന്നാണ്. മനപ്പാഠവാക്യം സങ്കീർത്തനം 150:6. ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് അതിൽ പറയുന്നു. ദൈവത്തിന്റെ സംരക്ഷണത്തിന് നന്ദി പറയുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നു എന്നതാണ് ഇന്നത്തെ സന്ദേശം. ഒളിച്ചു കളിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നല്ലൊരു ഒളിത്താവളം കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റാരും കാണാൻ ചിന്തിക്കാത്ത ഒരു സ്ഥലം. മോശയുടെ അമ്മ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അത്തരമൊരു സ്ഥലമായിരുന്നു. ഈജിപ്തിലെ രാജാവായ ഫർവോൻ ആശങ്കാകുലനായി. ഈ ഇസ്രായേലിനെക്കുറിച്ച് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? അവൻ തന്റെ ഉപദേഷ്ടാക്കളോട് ചോദിച്ചു. അവരുടെ അംഗസംഖ്യ വലുതാണ്, ആയതിനാൽ അവർ ശക്തരാണ്. ഒരു യുദ്ധമുണ്ടായാൽ അവർ നമ്മുടെ ശത്രുക്കളോടൊപ്പം ചേർന്ന് നമുക്കെതിരെ പോരാടാൻ പോലും ശ്രമിച്ചേക്കാം. ഒടുവിൽ ഫർവോൻ ഒരു ഉത്തരവ് നൽകണമെന്ന് തീരുമാനിച്ചു. ഇസ്രായേല്യരിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം. യോഖേബെദും അമ്രാമും ഭയന്നു വിറച്ചു. തങ്ങളുടെ കുഞ്ഞ് മരിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. അതിനാൽ അവനെ ഒളിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. 3 മാസത്തേക്ക് അവർക്ക് കുഞ്ഞ് മോശയെ വീട്ടിൽ ഒളിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ താമസിയാതെ അവൻ വളരെയധികം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പടയാളികൾ തന്നെ കണ്ടെത്തുമെന്ന് യോഖെബെദ് ഭയപ്പെട്ടു. നമുക്ക് മോശയെ നദിയിൽ ഇടാം, യോഖെബെദ് പറഞ്ഞു. നമുക്ക് അവനെ ടാർ പൊതിഞ്ഞ ഒരു കൊട്ടയിൽ വയ്ക്കാം. അങ്ങനെ അത് പൊങ്ങിക്കിടക്കും. ഞാൻ അടുത്തുതന്നെ നോക്കി കൊട്ടയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും. മോശയുടെ മൂത്ത സഹോദരി മിരിയൻ പറഞ്ഞിരിക്കാം. യോഖെബെദ് തന്റെ മകനെ കൊട്ടയിൽ കയറ്റി നദിയിലേക്ക് കൊണ്ടുപോയി. അവൾ കൊട്ട വെള്ളത്തിലേക്കിട്ടു. അവിടെ ഞങ്ങണ വളരുന്നതുകൊണ്ട് കൊട്ട ഒഴുകിപ്പോകാൻ കഴിഞ്ഞില്ല. തന്റെ സഹോദരൻ അകത്ത് സുരക്ഷിതനാണെന്ന് ഉറപ്പാക്കാൻ മിരിയം ആ കൊച്ചുകൊട്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ദൈവം മോശയെ സംരക്ഷിക്കണമെന്ന് യോഖെബെദ് പ്രാർത്ഥിച്ചു. ഫറവോന്റെ മകൾ നദിയിൽ കുളിക്കാൻ വന്നപ്പോൾ അവൾ ആ കൊട്ട കണ്ടു. ആ ഞാങ്ങണയിൽ എന്താണുള്ളത്? അവൾ തന്റെ ദാസിമാരോട് ചോദിച്ചു. ദയവായി അത് എനിക്ക് കൊണ്ടുവരിക. താമസിയാതെ കൊട്ട രാജകുമാരിക്ക് കൈമാറി. അവൾ മൂടി ഉയർത്തി അകത്തേക്ക് നോക്കി. കുഞ്ഞു മോശ കരയാൻ തുടങ്ങി. രാജ്കുമാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എബ്രായ കുഞ്ഞുങ്ങളിൽ ഒന്നാണ്. മറ്റുള്ളവരെപ്പോലെ അവനെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അവനെ സൂക്ഷിച്ചു എന്റെ സ്വന്തം മകനായി വളർത്തും. മിറിയം കേട്ടു. കുഞ്ഞിനെ പരിചരിക്കാൻ ഒരു എബ്രായ സ്ത്രീയെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരട്ടെ എന്ന് മിരിയാം രാജകുമാരിയോട് ചോദിച്ചു. അതായിരിക്കും നല്ലത്, രാജ്കുമാരി പറഞ്ഞു. മിറിയം വേഗം ഓടിച്ചെന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. യോഖെബെദ് എത്തിയപ്പോൾ രാജകുമാരി പുഞ്ചിരിച്ചു. ദയവായി ഈ കുട്ടിയെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി പരിപാലിക്കണം, അവൾ പറഞ്ഞു. ഞാൻ നിനക്ക് നല്ല ശമ്പളം തരാം. അവൻ വലുതാകുമ്പോൾ ഞാൻ അവനെ വിളിച്ചുവരുത്താം. യോഖെബെദ് വളരെ സന്തോഷവതിയായിരുന്നു. അവർക്ക് അവരുടെ കുഞ്ഞിനെ സൂക്ഷിക്കാൻ കഴിയും. അവനെ പരിചരിച്ചതിനുപോലും അവർക്ക് പണം ലഭിക്കും. ഇതൊരു അത്ഭുതമാണ്, അമ്രാം പ്രഖ്യാപിച്ചു. ഈ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരിക്കണം. അതെ, യോഖെബെദ് മറുപടി പറഞ്ഞു. സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതെല്ലാം ഞങ്ങൾ അവനെ പഠിപ്പിക്കും. രാജകുമാരിയോടൊപ്പം താമസിക്കാൻ പോകുന്നതിനു മുമ്പ് അവൻ ദൈവത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. രാജകുമാരി മോശയെ യോഖെബെദിന്റെ അടുക്കൽ വിട്ടുപോയി. മോശ ഉണ്ടായിരുന്ന വർഷങ്ങളിലെല്ലാം അമ്രാമും യോഖെബെദും ദൈവത്തെക്കുറിച്ചും അവന്റെ ജനത്തെക്കുറിച്ചും അവനെ പഠിപ്പിച്ചു. പക്ഷേ മോശയ്ക്ക് കൊട്ടാരത്തിലേക്ക് താമസം മാറേണ്ട ദിവസം വന്നു. മോശെ അവിടെ വെച്ച് ധാരാളം കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ അവൻ ഒരിക്കലും ദൈവത്തെ മറന്നില്ല. മോശയ്ക്ക് 40 വയസ്സുള്ളപ്പോൾ ഒരു ഈജിപ്തുകാരൻ ഒരു ഇസ്രായേല്യനെ അടിക്കുന്നത് അവൻ കണ്ടു. അവന്റെ കോപം വളരെ വലുതായി. അവൻ ആ ഈജിപ്തുകാരനെ കൊന്നു. പിറ്റേന്ന് 2 ഇസ്രായേല്യർ വഴക്കിടുന്നത് മോശെ കണ്ടു. അവൻ അവർക്കിടയിൽ കയറി നിന്ന് അവരോട് നിർത്താൻ പറഞ്ഞു. അവർ അവന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, നീ ഞങ്ങളെയും കൊല്ലുമോ? മോശെ ഭയന്നു വിറച്ചു. ഈജിപ്തുകാരനെ കൊന്നുകൊണ്ട് അവൻ ഒരു ഭയങ്കര കാര്യം ചെയ്തു. അതിന്റെ പേരിൽ ഫറവോൻ അവനെ വധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മോശെ മിദ്യാൻ ദേശത്തേക്ക് ഓടിപ്പോയി. ദൈവം അപ്പോഴും അവനോടൊപ്പമുണ്ടായിരുന്നു. അവനെ സംരക്ഷിച്ചു. ദൈവം മോശയ്ക്ക് ഒരു പ്രത്യേക ജോലി ചെയ്യുവാൻ ഏൽപ്പിച്ചുകൊടുത്തു. മിദ്യാൻ മരുഭൂമിയിലെ സമയം മോശയെ ആ വേലയ്ക്കായി ഒരുക്കാൻ സഹായിക്കുമായിരുന്നു. ദൈവം നിങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?